ഇന്ന് നമ്മൾ ചിക്കൻ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കുറുമ റെസിപ്പിയാണ് ചെയ്യുന്നത്. ഇതെന്ന് പറയുമ്പോൾ ഒരുപാട് ചേരുവകളൊന്നുമില്ല, വളരെ സിമ്പിളായിട്ട് വളരെ കുറഞ്ഞ സമയം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റി കുറുമ കൂടിയാണ്. ശരിക്കും ഒരു റെസ്റ്റോറൻറ്റ് ടച്ചൊക്കെ കിട്ടുന്ന ഒരു ഈസി ടേസ്റ്റി കുറുമ. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ ഒരു കറിക്ക് വേണ്ടിയിട്ട് 1/2 കിലോ ചിക്കൻ ചെറുതായിട്ട് മുറിച്ചിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ആദ്യം ഇതൊന്ന് വേവിച്ചെടുക്കണം. ഈ സമയത്ത് ഇതിലേക്ക് ഒരു 2-3 ഏലക്ക, അതുപോലെ തന്നെ ഒരു 3 ഗ്രാമ്പു, ചെറിയ പീസ് പട്ട ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ പാകത്തിനുള്ള കുറച്ച് ഉപ്പ്, പിന്നെ ഇതിലേക്കൊരു 1 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കട്ടിയില്ലാത്ത തേങ്ങാപ്പാൽ, അതായത് 2ാം പാലാണ്. ഇനിയിപ്പോൾ തേങ്ങാപ്പാൽ കുറവാണെങ്കിൽ ബാക്കി കുറച്ച് വെള്ളം ചേർത്തിട്ട് വേവിച്ചെടുത്താലും മതി. നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ചിക്കൻ വെന്ത് വരുന്ന സമയം കൊണ്ടിട്ട് നമുക്ക് വേറൊരു പാനിൽ ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനായിട്ട് 1-2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി എടുത്തിട്ട് അതിലേക്ക് ഒരു മീഡിയം സൈസിൽ വരുന്ന 2 സവാളയാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് വഴറ്റിയെടുക്കണം. ഈ ഒരു വെളിച്ചെണ്ണ തന്നെയാണ് നമ്മൾ ഇതിലേക്ക് എടുക്കുന്നുള്ളൂ. ഇനി വേറെ എണ്ണ കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല. പിന്നെ ഈ ഒരു സവാള നമ്മൾ ഒരുപാട് വഴറ്റി ഉടയ്ക്കുന്നൊന്നുമില്ല, ഒരു പേസ്റ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം ഈ സമയത്ത് ഇതിലേക്കൊരു 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ എരിവിന് വേണ്ടിയിട്ടൊരു 5-6 പച്ചമുളക്. എരിവ് അത്യാവശ്യം ഉണ്ടായിക്കോട്ടെ, കാരണം കുറുമയാവുന്ന സമയത്ത് നമ്മൾ വേറെ മുളക് പൊടി കാര്യങ്ങളൊന്നുമില്ല. പിന്നെ തേങ്ങാപ്പാലൊക്കെ വരുമ്പോൾ ഇത്തിരി എരിവിന് വേണ്ടിയിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഈ ഉള്ളിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് വേണം ഇതൊന്ന് വഴറ്റിയെടുക്കാനായിട്ട്. ഇടയ്ക്ക് നമ്മൾ ആ ചിക്കൻ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാൻ മറക്കരുത്. എല്ലാ ഭാഗത്തും ഒരുപോലെ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് പ്രഷർ കുക്കറിൽ ചെയ്യാണെങ്കിൽ പെട്ടെന്ന് പരിപാടി കഴിയും കേട്ടോ. കാരണം നമുക്ക് തീരെ സമയമില്ലാത്തപ്പോഴൊക്കെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഉള്ളി വഴറ്റി എടുക്കുന്ന സമയം കൊണ്ട് ഒരു വിസിൽ കുക്കറിൽ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് പരിപാടി കഴിയും. ഇപ്പോൾ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതിലേക്കൊരു ഇത്തിരി കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കണേ. ഇപ്പോൾ നമ്മൾ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ അത്യാവശ്യം വഴന്ന് വന്നിട്ടുണ്ട്. ഇത് ഈ ഒരു രീതിയിലാക്കി എടുത്താൽ മതി കേട്ടോ. ഇനി ഇത് ചൂടാറുന്ന സമയത്ത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അത്യാവശ്യം ചൂട് പോകുന്ന സമയത്ത് മിക്സിയുടെ ജാറിലേക്ക് എടുക്കുക. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 6-7 കാഷ്യൂ ഉണ്ടെങ്കിൽ കുറച്ച് സമയം വെള്ളത്തിൽ കുതിർത്തിട്ട് അതും കൂടെ ഒന്ന് അരച്ചെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. എല്ലാം കൂടെ നല്ലോണം ഒരു പേസ്റ്റ് ആക്കിയിട്ട് ഒരു സൈഡിലേക്ക് ഇതുപോലെ ആക്കിയതിന് ശേഷം ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഏകദേശം ഒരു 20-25 മിനിറ്റ് എന്തായാലും വേണ്ടി വരും. ചിക്കൻ്റെ വേവ് അനുസരിച്ചിട്ട് വേവിച്ചെടുക്കുക. നമുക്ക് പാകത്തിന് വേവായോ നോക്കുക. ഇപ്പോൾ അത് അത്യാവശ്യം അവർ ഒഴിച്ച തേങ്ങാപ്പാലൊക്കെ ഒന്ന് വറ്റിയിട്ട് ചിക്കനൊക്കെ പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. വെന്തിട്ടില്ലെങ്കിൽ കുറച്ചുകൂടി സമയം വേവിക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ മിക്സാക്കി അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ, അത് മൊത്തത്തിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ജാറിലേക്ക് കുറച്ചൊരു ചൂടുവെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് ഗ്രേവിക്ക് അനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക. ഏകദേശം 1 കപ്പ് വെള്ളമൊക്കെ എന്തായാലും വേണ്ടി വരും. തേങ്ങാപ്പാൽ ഒഴിക്കുകയാണെങ്കിലും ആ ഒരു ഗ്രേവി നോക്കിയിട്ട് പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. മിക്സാക്കി നോക്കിയിട്ട് വെള്ളം പോരെങ്കിൽ കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. കാരണം ഒരു 3-4 മിനിറ്റ് കൂടെ ഈ ഒരു ഉള്ളിയൊക്കെ ചേർത്തതിന് ശേഷം മൊത്തത്തിലൊന്ന് തിളച്ചോട്ടെ. അപ്പോൾ തീരെ വെള്ളം ഇല്ലാന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് അങ്ങ് കുറുകി പോകും. അപ്പോൾ നോക്കിയിട്ട് പാകത്തിന് ഒഴിച്ചു കൊടുത്താൽ മതി. ഈ സമയത്ത് തിളയൊക്കെ വന്നു കഴിയുമ്പോൾ ഒരു ഇത്തിരി കൂടെ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. എരിവ് നോക്കിയിട്ട് ഞാനിപ്പോൾ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ പട്ട ഗ്രാമ്പൊക്കെ ആദ്യം ഇട്ടിട്ടുണ്ട്, എന്നാലും കുറച്ച് ഈ ഒരു സമയത്തോടെ ഇട്ട് കൊടുക്കാം. അങ്ങനെ മൊത്തത്തിലൊന്ന് തിളച്ച് കുറുകി വരുന്ന സമയത്ത് നമുക്കിനി ലാസ്റ്റ് തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഏകദേശം ഒരു 1/4 കപ്പിൻ്റെ അടുത്താണ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത്. ഗ്രേവിക്ക് അനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക. ലാസ്റ്റ് നല്ല കട്ടിയുള്ള പാല് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അധികം തിളപ്പിക്കണ്ട കേട്ടോ. മൊത്തത്തിലൊന്ന് മിക്സ് ആക്കിയിട്ട് ചൂടാക്കി എടുത്താൽ മാത്രം മതി. ആ ഒരു പാലൊന്നങ്ങ് ചൂടായി കിട്ടിയാൽ മാത്രം മതി. ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് തക്കാളി ചേർത്ത് കൊടുക്കുക. തക്കാളി ചേർത്തിട്ട് നമ്മൾ ഒരുപാട് തിളപ്പിച്ച് വേവിച്ചെടുക്കുന്നൊന്നുമില്ല. ഇതങ്ങ് ലാസ്റ്റ് ഇട്ട് കഴിഞ്ഞിട്ട് അങ്ങ് അടച്ചൊരു 5 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ പുളിയൊക്കെ ഇറങ്ങിയിട്ട് എന്നാൽ കുറച്ച് കടിക്കാൻ കിട്ടുന്ന രീതിയിലുണ്ടാവും. ഞാനിപ്പോൾ വട്ടത്തിലൊരു ഭംഗിക്ക് മുറിച്ചു എന്നേ ഉള്ളൂ. നീളത്തിൽ കുറച്ച് കട്ടിയിൽ മുറിച്ച് ഇട്ടാലും മതി. അതുപോലെ തന്നെ ലാസ്റ്റ് ഒരു ഇത്തിരി മല്ലിയിലയും വളരെ കുറച്ച് പുതിനയിലയും കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു അടിപൊളി കുറുമയായിട്ട് തന്നെ കിട്ടിക്കോളും. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. ഇതൊരു 5 മിനിറ്റൊക്കെ ഒന്ന് അടച്ച് വെച്ചെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് കുറുകിയിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ അത്യാവശ്യം നല്ല കുറുകിയിരിക്കും. നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന ആ ഒരു രീതിയിലുള്ള കുറുമയാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് കുറച്ചുകൂടെ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാലിൻ്റെ അളവോ അല്ലെങ്കിൽ അതിന് മുൻപ് ചേർത്ത വെള്ളത്തിൻ്റെ അളവോ കുറച്ച് കൂട്ടിയാൽ മതി. ഒരു കുഴപ്പമില്ല. കുറച്ച് ലൂസായിട്ടും ടേസ്റ്റ് ഉണ്ട്, എന്നാൽ നല്ല തിക്കായിട്ടും ടേസ്റ്റ് ഉണ്ട്. ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം കേട്ടോ.
അപ്പോൾ ഈ ഒരു കറി നമുക്ക് ചൂടോട് കൂടെ തന്നെ ചപ്പാത്തിയുടെ കൂടെ പൊറോട്ടയുടെ കൂടെ അപ്പത്തിൻ്റെ കൂടെ ഒക്കെ സൂപ്പറാണ്. ഞാനിപ്പോൾ ഇവിടെ നെയ്ച്ചോറിൻ്റെ കൂടെയാണ് കേട്ടോ കഴിക്കുന്നത്. നെയ്ച്ചോറും ഈ ഒരു കുറുമയും നല്ല കോമ്പിനേഷനാണ് കേട്ടോ. വേണമെങ്കിൽ കുറച്ച് ചിക്കൻ ഫ്രൈ ചെയ്തതൊക്കെ സൈഡിലുണ്ടെങ്കിൽ സൂപ്പറായിരിക്കും. നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചെയ്താൽ മതി. ശരിക്കും ഇത് തമ്മിൽ നല്ലൊരു കോമ്പിനേഷനാണ്. പേഴ്സണലി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സംഭവം കൂടിയാണ്. വളരെ സിമ്പിളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഈ ഒരു രീതിയിൽ ചെയ്ത് വെക്കുന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും നല്ലൊരു റെസിപ്പി ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം. Thank you.